നീ നന്നായി പഠിക്കണമായിരുന്നു. അതായത് നീ നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നു. നീ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് യു ഷുഡ് അല്ലെങ്കിൽ യു ഹാവ് ടു ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇത്തരം സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. നീ ആദ്യം ചാടണമായിരുന്നു. നീ ആദ്യം ചാടണമായിരുന്നു. നീ ആദ്യം ചാടണം എന്നാണെങ്കിൽ യു ഷുഡ് അല്ലെങ്കിൽ യു ഹാവ് ടു. നീ ചാടണമായിരുന്നു എന്നായതുകൊണ്ട് യു ഹാഡ് ടു ജംപ് ഫസ്റ്റ്. പിന്നെ ഇത് യു ഷുഡ് ഹാവ് ജംപ്ഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നീട് നോക്കാം. യു ഹാഡ് ടു ജംപ് ഫസ്റ്റിന് രണ്ടർത്ഥമുണ്ട്. നിനക്ക് ആദ്യം ചാടേണ്ടി വന്നു എന്നുമുണ്ട്, നീ ആദ്യം ചാടണമായിരുന്നു എന്നുമുണ്ട്. അവൻ ബോൾ എറിയണമായിരുന്നു. ഹി ഹാഡ് ടു ത്രോ ദ ബോൾ. എറിയണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള സെൻറ്റൻസുകളാണ്, അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അവൻ ക്യാച്ച് എടുക്കണമായിരുന്നു. നമ്മൾ കണ്ടതാണ് ഹി ഹാസ് ടു ടേക്ക് ദ ക്യാച്ച്. അവൻ ക്യാച്ച് എടുക്കണം. അവൻ ക്യാച്ച് എടുക്കണമായിരുന്നു എന്ന് വരുമ്പോൾ ഹി ഹാഡ് ടു ടേക്ക് ദ ക്യാച്ച്. ഹി ഹാഡ് ടു. ഹാസ് ടുൻ്റെ പാസ്റ്റ്, ഹാവ് ടുൻ്റെയും പാസ്റ്റ് ഹാഡ് ടു. തൽക്കാലം അത്ര ഓർത്താൽ മതി. അവർ മുറി വൃത്തിയാക്കണമായിരുന്നു. ദേ ഹാഡ് ടു ക്ലീൻ ദ റൂം. അവർ വേഗത്തിൽ നീന്തണമായിരുന്നു. അവർ വേഗം നീന്തണമായിരുന്നു. എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദേ ഹാഡ് ടു സ്വിം ഫാസ്റ്റ്. പെട്ടെന്ന് നീന്തണമായിരുന്നു, വേഗത്തിൽ നീന്തണമായിരുന്നു. നമ്മൾ ഉച്ചത്തിൽ ചിരിക്കണമായിരുന്നു. നമ്മൾ ഉച്ചത്തിൽ ചിരിക്കണമായിരുന്നു. വി ഹാഡ് ടു ലാഫ് ലൗഡ്ലി. നമ്മൾ ഉച്ചത്തിൽ ചിരിക്കണമായിരുന്നു. നമ്മൾ അത് മറക്കണമായിരുന്നു. എങ്ങനെയാണെന്ന് ശ്രമിച്ചു നോക്കൂ. വി ഹാഡ് ടു ഫോർഗെറ്റ് ദാറ്റ്. നമ്മളത് മറക്കണമായിരുന്നു. വി ഹാഡ് ടു ഫോർഗെറ്റ് ദാറ്റ്. ഹെലൻ ഞങ്ങളെ പഠിപ്പിക്കണമായിരുന്നു. വേറെ ആരും പഠിപ്പിച്ചിട്ട് കാര്യമില്ലായിരുന്നു. ഹെലൻ തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമായിരുന്നു. ഹെലൻ ഹാഡ് ടു ടീച്ചസ്. അല്ലെങ്കിൽ ഇതിന് വേറെ അർത്ഥമുണ്ട് കേട്ടോ. ഹെലന് ഞങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നു എന്ന അർത്ഥമുണ്ട്. ഹെലൻ ഹാഡ് ടു ടീച്ചസ്. അത് നമുക്ക് കോൺടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. ഫൈസ ചടങ്ങ് ക്രമീകരിക്കണമായിരുന്നു. ഫൈസ തന്നെ ചടങ്ങ് ക്രമീകരിക്കണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലും ഫൈസയ്ക്ക് ചടങ്ങ് ക്രമീകരിക്കേണ്ട പണിയുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലും അത് വരും. ഫൈസ ഹാഡ് ടു ഓർഗനൈസ് ദ ഫംഗ്ഷൻ. നീ നന്നായി പഠിക്കണമായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യു ഹാഡ് ടു സ്റ്റഡി വെൽ.